നമസ്കാരം ഗൈസ്. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു ട്രേഡിംഗ് റിലേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, മാർക്കറ്റിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് മീൻസ് ഓരോ ടേംസും അറിയാൻ താല്പര്യമുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരുപാട് സീരീസ് ചെയ്തിരുന്നു, SMC ചെയ്തിരുന്നു, പ്രൈസ് ആക്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അതൊക്കെ ട്രേഡിംഗ് ആവണം, നിങ്ങൾക്കൊരു പ്രോ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ SMC എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്, SMC2 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഉണ്ട്. അതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾ ഇപ്പം ചാർട്ടിൽ നോക്കുന്ന രീതിയിൽ, നിങ്ങൾ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചാർട്ട് നോക്കുന്നത് ആ രീതിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ അത് കണ്ടതിന് ശേഷം നോക്കുന്നുണ്ടാവുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ലിക്വിഡേഷൻ ഡാറ്റ. നിങ്ങൾ ഈ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും ഇപ്പം നമ്മളിപ്പോഴും പറയും ട്രേഡ് ചെയ്യുന്നതിനേക്കാളും ഒരു ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കണം, റിസ്ക് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ് എല്ലാം ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് പറയാറുണ്ട്. അപ്പം ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന സമയത്ത് പലപ്പോഴും ആ സ്റ്റോപ്പ് ലോസ് ചിലപ്പോൾ തട്ടിയിട്ട് ചിലപ്പോൾ മാർക്കറ്റ് മേലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഈ ഇടയ്ക്കായിട്ട് മാർക്കറ്റ് ഭയങ്കര വോളറ്റൈൽ ആവാൻ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ന്യൂസ് ആണ്, ഇത്രയും വലിയൊരു എമൗണ്ട് 1 ബില്യൺ ലിക്വിഡേറ്റ് ആയി മാർക്കറ്റിൽ നിന്ന്, അല്ലെങ്കിൽ 13 മില്യൺ ലിക്വിഡേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേൾക്കാറുണ്ട്. സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക, ഈ ഒരു ലിക്വിഡേഷന്റെ പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്, ഇതിപ്പം എത്രത്തോളം പേർക്ക് യൂസ്ഫുൾ ആവും അറിയില്ല. ബട്ട് നിങ്ങൾ ഈ ഒരു ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, കൺസിസ്റ്റന്റ് ആയിട്ട് ട്രേഡിംഗ് ചെയ്യണം എന്നുള്ള ഒരാളാണെങ്കിൽ ഈ ഡാറ്റ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. അതായത് നമ്മൾ ഏറ്റവും യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കോയിൻ ഗ്ലാസിന്റെ വെബ്സൈറ്റ് ആണ്. കോയിൻ ഗ്ലാസ് ഇത് മെയിൻലി ട്രേഡേഴ്സിന് വേണ്ടിയിട്ടാണെന്ന് തന്നെ പറയാം. ഒരുപാട് ഡാറ്റാസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതിൽ നമ്മൾ ഒരുപാട് ഡാറ്റാസിൽ 2 ഡാറ്റയാണെന്ന് പറയുന്നത്. 2 ഡാറ്റയിൽ മീൻസ് മെയിൻലി ഒരു സംഭവമാണ് പറയുന്നത്, BTC ലിക്വിഡേഷൻ ഡാറ്റ വെച്ച് നമുക്ക് എങ്ങനെ സ്റ്റോപ്പ് ലോസും മറ്റുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ഈ ഒരു coinglass.com വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലിക്വിഡേഷൻ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ലിക്വിഡേഷൻ മാപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലിക്വിഡേഷൻ മാപ്പ് എന്ന് പറഞ്ഞ സംഭവം, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് തന്നെ ഫണ്ടിങ് റേറ്റും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. ഫണ്ടിങ് റേറ്റ് എന്താ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ അതും ഒരു കൈൻഡ് ഓഫ് ഇൻഡിക്കേറ്റർ ആണ്. ലൈക്ക് മെയിൻലി വെയിൽസിനല്ല, മൊത്തത്തിൽ മാർക്കറ്റ് സെന്റിമെന്റ് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ പറ്റുന്ന സംഭവമാണ്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. ഇത് BTC ലിക്വിഡേഷൻ ഡാറ്റയാണ്. ഈ BTC ലിക്വിഡേഷൻ മാപ്പിനകത്ത് നിങ്ങൾക്ക് ഇവിടെ കുറെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, എന്നാൽ കൂടി ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഇതിനകത്ത് ഇപ്പം BTC USDT ലിക്വിഡേഷൻ മാപ്പാണ് കാണിക്കുന്നത്. ഈ ഒരു ഗ്രീൻ ലൈനും ഇവിടെ റെഡ് ലൈനും ഉണ്ട്. അപ്പം ഈ ഒരു ഗ്രീനിനെ നമ്മൾ പറയുന്നത് ക്യുമുലേറ്റീവ് ഷോർട്ട് ലിക്വിഡേഷൻ റേഞ്ച് എന്നാണ് പറയുന്നത്. ഈ ഷോർട്ട് ലിക്വിഡേഷൻ റേഞ്ച് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് കരുതിയിട്ട്, അതായത് മാർക്കറ്റ് ഡൗൺ ആവും എന്ന് കരുതിയിട്ട് നമ്മൾ എന്താ, മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ഒരാളെ അവിടെ ഷോർട്ട് ചെയ്യും. ഷോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ സെല്ല് ചെയ്യുമ്പോൾ നമ്മുടെ ടാർഗറ്റ് ഒബ്വിയസ്ലി ഇപ്പം 10 രൂപയ്ക്ക് ഇറങ്ങണ മാർക്കറ്റ് ഇനിയും താഴത്തേക്ക് പോകും എന്ന് കരുതി നിൽക്കുമ്പോൾ നമ്മുടെ ടാർഗറ്റ് സ്വാഭാവികമായിട്ടും 7 രൂപയോ 6 രൂപയൊക്കെ ആയിരിക്കും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 12 രൂപ ആയിരിക്കും. കാരണം 10 രൂപയിൽ നമ്മൾ എൻ്റർ എടുക്കണു, മാർക്കറ്റ് താഴത്തേക്ക് പോകുന്നതാണ് നമ്മുടെ ബിലീഫ്. അപ്പം 12 രൂപയ്ക്ക് മേലെ പോവുകയാണെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അപ്പം നമ്മുടെ ഷോർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഹയർ പ്രൈസിലായിരിക്കുമല്ലോ. അപ്പം ഈ ഒരു ഗ്രീൻ ലൈൻ കാണിക്കുന്നത് ഷോർട്ട് ലിക്വിഡേഷൻ റേഞ്ച് എന്ന് പറയും. അതായത് ഷോർട്ട് ചെയ്യാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രീൻ ലൈനിൽ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പം ഇവിടെ കാണുമ്പം 85,083 റുപ്പീസ്, $85,083 എന്നുള്ള റേഞ്ചിലാണ് ഇത് കിടക്കുന്നത്. സോ ഇത് ഏകദേശം 290.88 മില്യൺ വർത്ത് ഓഫ് ലിക്വിഡേഷൻ എമൗണ്ട് അവിടെ കിടക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേര് മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് പറഞ്ഞ് ഷോർട്ട് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുകയാണ് 290.88 മീൻസ് ഈ 85,083 എന്ന ഡോളറിലാണ് ഒരുപാട് പേര്, ഏകദേശം 290 മില്യൺ വർത്ത് ഓഫ് ലിക്വിഡേഷൻ, അത്രയും വലിയൊരു എമൗണ്ട് ഓഫ് ഓർഡർ ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ഇനി ഇതിപ്പോൾ നമ്മൾ താഴത്തേക്കല്ല, മാർക്കറ്റ് വീണ്ടും പമ്പ് ആവും, 100K പോകുന്നുള്ള പ്രതീക്ഷയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇപ്പൊ മാർക്കറ്റ് ഇപ്പം കറന്റ് പ്രൈസ് ഇവിടെ നിങ്ങൾക്ക് കാണാം 82,620. ഇപ്പൊ കറന്റ് മാർക്കറ്റിന്റെ പ്രൈസ് ആണ് ഈ ഒരു റെഡ് ആരോ ഒരു ഡോട്ടഡ് ലൈനിൽ കാണിക്കുന്നത് 82,620. അപ്പം കുറെ ആൾക്കാർ എന്ത് ചെയ്യും, മാർക്കറ്റ് ഇനി മേലേക്ക് പോവും എന്ന് കരുതിയിട്ട് ബൈ ഓർഡർ ഇടുമ്പം അവരുടെ സ്റ്റോപ്പ് ലോസ് എവിടെയായിരിക്കും, സ്വാഭാവികമായിട്ട് ഇതിന് താഴത്തെ പ്രൈസിലായിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ പറയുകയാണെങ്കിൽ 81,893 എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ റേഞ്ചിനകത്ത് ഏകദേശം 244 മില്യന്റെ ഓർഡർ കിടക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്രയും വലിയൊരു എമൗണ്ട് ഓഫ് പ്രൈസ് മണി അവിടെ കിടക്കുന്നുണ്ട്. അതാണ് അതിന്റെ മീനിങ്. അപ്പൊ എന്താ, മാർക്കറ്റ് മേലേക്ക് പോകും എന്ന് കരുതി ഷോർട്ട് ചെയ്യുന്ന ആൾക്കാരെ, മീൻസ് ബൈ ചെയ്യുന്ന ആൾക്കാരുടെ ലിക്വിഡേഷൻ എന്ന് പറയുന്നത് താഴത്തായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്നതാണ് ഈ 81,893 എന്ന് പറയുന്ന സംഭവം. അപ്പം എന്തായി,
ഈ സംഭവം എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ലോങ് ലിക്വിഡേഷൻ റേഞ്ച് ആണ്. ലോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ്ങിലേക്ക് പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നതാണ് ഈ ലിക്വിഡേഷൻ റേഞ്ചിൽ വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഒരു ട്രേഡ് ചെയ്യണ സമയത്ത് നമ്മൾ ഒരു സപ്പോർട്ടിംഗ് ടാർഗറ്റ് ഒക്കെ കണ്ടു. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണ്, ഇപ്പൊ ഇവിടെ നിങ്ങൾ വെച്ചു. ഇനിയിപ്പം ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഫാക്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള റേഞ്ച് എല്ലാം ഒരുതരം കാന്തം മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. മാഗ്നറ്റിന്റെ പവർ എന്താ നമുക്കറിയാം, ഒരു സ്ഥലത്ത് നിന്ന് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളൊരു ഇരുമ്പ് വയ്ക്കുമ്പോൾ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അട്രാക്ഷൻ വരില്ല. അതുപോലെ ഏത് റേഞ്ചിലാണോ വലിയ രീതിയിലൊരു എമൗണ്ട് കെട്ടിക്കിടക്കുന്നത് ആ സൈഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 84,793 എന്ന് പറഞ്ഞ പ്രൈസിലാണ് ഏറ്റവും കൂടുതൽ, ഏകദേശം 201 മില്യണോളം. ഇവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് പറയുകയാണെങ്കിൽ യെസ് 201 മില്യന്റെ ഒരു ലിക്വിഡേഷൻ റേഞ്ച് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കമ്പാരിറ്റീവ്ലി ഹയർ. അപ്പൊ എന്തായി, മാർക്കറ്റ് ഈ ലിക്വിഡേഷൻ സ്വീപ്പ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോകും എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഇപ്പൊ മാർക്കറ്റ് 82 ആണെന്നുണ്ടെങ്കിൽ ഇതെന്ത് റേഞ്ചാണ്, ഷോർട്ട് ആണ്. മാർക്കറ്റ് താഴത്തേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ചിട്ട് ലിക്വിഡിറ്റി വെച്ച ആൾക്കാരാണ്. അപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് ഇത്രയും വലിയൊരു ഇതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി ഈ പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പ്രൈസ് റേഞ്ചിൽ തട്ടി ഈ പറഞ്ഞ എമൗണ്ട് എല്ലാം എടുത്തിട്ട് ഒരു മൂവ്മെന്റ് നമുക്ക് സാധ്യത ഉണ്ട്. അപ്പം നമുക്ക് മാർക്കറ്റ് എന്താ പറയാ, മൊത്തത്തിൽ പറയുമ്പോൾ മാർക്കറ്റ് ഒരു പോസിറ്റീവായിട്ട് മുകളിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. കാരണം എന്താ, ലിക്വിഡേഷൻ എന്ന് പറയുന്നത് 84,000-ലാണ്. അപ്പൊ 84,790 എന്നുള്ളതിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസുകൾ കിടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ സ്റ്റോപ്പ് ലോസ് വെക്കണമെങ്കിൽ ഷോർട്ട് ചെയ്ത ആൾക്കാരായിരിക്കും. സോ ആ റേഞ്ചിലേക്ക് പോയിട്ട് ആ ലിക്വിഡിറ്റി ആ എമൗണ്ട് എല്ലാം എടുത്തിട്ട് മാർക്കറ്റ് പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുക. അപ്പം ഇപ്പൊ എക്സ്ചേഞ്ചിലൊക്കെ പറയും വലിയൊരു വോളറ്റാലിറ്റി കാണുമ്പോൾ പറയും ഇത്രയും വലിയൊരു എമൗണ്ട് ലിക്വിഡേറ്റ് ആയി എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ മാർക്കറ്റ് നല്ല പമ്പായി കഴിഞ്ഞാൽ നമുക്ക് പറയും ഇത്രയും വലിയൊരു എമൗണ്ട് ലിക്വിഡേറ്റ് ആയി പറയും. ഇപ്പൊ 84,000 ഇത് 200 മില്യൺ ഉണ്ട്, ഇത് 85,290 മില്യൺ ഉണ്ട്, അപ്പോൾ തന്നെ 500 ആയി. വീണ്ടും ഇവിടെ ഒരു 300 ഉണ്ട്. അപ്പം ഇങ്ങനെ കുറച്ചാകുമ്പോൾ തന്നെ 1 ബില്യന്റെ മാർക്കറ്റ് ലിക്വിഡേഷൻ വന്നു എന്ന് പറയും. കാരണം ശരിക്കും ഇത്രയും വലിയൊരു സ്വീപ്പ് വന്ന് വിക്ക് തട്ടിയിട്ട് തിരിച്ചു പോകും. അപ്പൊ എന്താ, അത്രയും വലിയ ലിക്വിഡേഷൻ മാർക്കറ്റ് എടുത്തു എന്നാണ് പറയുന്നത്. ഇതിപ്പം BTCയുടെ ബൈനാൻസിന്റെ എക്സ്ചേഞ്ചിന്റെ സംഭവമാണ്. ഇതുപോലെ നിങ്ങൾക്ക് പല സംഭവങ്ങളിലൂടെ കാണാം, ഗേറ്റ്.io, ബൈബിറ്റ്, ഏതൊക്കെ എക്സ്ചേഞ്ച് വേണം, ഏതൊക്കെ പെയർ വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് 1 ഡേ ചാർട്ട് ഉണ്ട്, 7 ഡേ ചാർട്ട് ഉണ്ട്. 7 ഡേ ആകുമ്പോൾ എൻ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. 7 ദിവസത്തെ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് എന്താ, വീക്ക്ലി മാർക്കറ്റ് എന്താ പറയാ, വീക്ക്ലി മാർക്കറ്റ് ബെയറിഷ് ആണ്. കാരണം എന്താ, ഇവിടെ നോക്കിയ 1 ബില്യൺ ആണ് ഇവിടെ കിടക്കുന്നത്. ഇതെപ്പോഴും ഷോർട്ട് ചെയ്തേക്കാണ്. മാർക്കറ്റ് മേലേക്ക് പോകും എന്ന് കരുതി ഒരുപാട് പേര് ഷോർട്ട് ചെയ്തിട്ട് അവരുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കണതാണ് 80,000, 79,988 എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക്. അപ്പൊ മാർക്കറ്റ് മേലേക്ക് പോകുമെന്ന് കരുതിയിട്ടാണ് ഈ റേഞ്ചിലേക്ക് ഇട്ടേക്കണം. അപ്പം ഈ ലിക്വിഡേഷൻ എടുക്കാൻ വേണ്ടി മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തന്നെ തിരിച്ച് ഇങ്ങോട്ട് വരാം. സോ അതാണ് ഇതിന്റെ അർത്ഥം. അപ്പം വീക്ക്ലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബെയറിഷ് ആണ്, ഡെയിലി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അതിന് എന്താണ് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഔട്ട്സൈഡ് ലൈക്ക് അപ്പാർട്ട് ഫ്രം ചാർട്ടും ഇൻഡിക്കേറ്ററും അതെല്ലാം നോക്കുമ്പോൾ ഡാറ്റാസ് വെച്ച് നോക്കുമ്പോൾ വെയിൽസിന്റെയും മറ്റുള്ള വലിയ വലിയ മൂവ്മെന്റ്സും വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഇവിടുത്തെ മാർക്കറ്റ് സെന്റിമെന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇവിടെ പല റേഞ്ചസ് കാണാം. അത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്, എന്നാലും കൂടി പറയാം. ഇത് രണ്ടും പറഞ്ഞു. ഇവിടെ നോക്കാം, ചെറിയ ലൈറ്റ് കളർ, ഇവിടെ ഒരു ചെറിയ ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ 10x ലിവറേജ് ആണ്. 25x ലിവറേജ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അത് കുറച്ച് ബ്ലൂ കളർ ആകുമ്പോൾ 25x ആണ്. 100x ലിവറേജ്, ഈ പറഞ്ഞ ഓറഞ്ച് കളറൊക്കെ 100x ലിവറേജിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. മേ ബി വെയിൽസ് ഒക്കെ 100x വരെ ട്രേഡ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവർക്ക് പോയാലും ഒന്നുമില്ല, കിട്ടുന്നതനുസരിച്ച് കിട്ടും ചെയ്യും. 100x ലിവറേജ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ $10 വെച്ചായിരിക്കും 100x ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ 10,000 1 ലക്ഷം അത്രയും വലിയ ഡോളർ ഇട്ട് അതിന്റെ 100x ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. സോ അത്രയും വലിയൊരു എമൗണ്ട് ചെയ്യുമ്പോൾ ചെറിയൊരു മൂവ്മെന്റ് കിട്ടിയാൽ തന്നെ ഭയങ്കര പ്രോഫിറ്റും ആണ്. അതുപോലെ തന്നെ പെട്ടെന്ന് അവർക്ക് 100x 100 മില്യൺ 1 മില്യൺ 1 ലക്ഷം മില്യൺ പെട്ടെന്ന് പോകാനും സാധ്യതകളുണ്ട്. സോ അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറ് ലോ ലിവറേജ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡേഷൻ സാധ്യതകൾ കുറവാണെന്ന് പറയില്ലേ. കാരണം ലോ ലിവറേജ് വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ചെറിയ ചെറിയ എമൗണ്ട്സ് മാത്രമേ ലിക്വിഡേഷനിൽ കിടക്കുന്നുള്ളൂ. സോ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ നിങ്ങൾ കുറച്ച് വലിയൊരു എമൗണ്ട് ഇടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ഒപ്പം അതേ ലിവറേജിൽ പല ആൾക്കാരും ലിക്വിഡേഷൻ സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പം അവിടെ വന്ന് നമ്മുടെ സാധനം തട്ടാനുള്ള ഒരു സാധ്യതകൾ കൂടി ഉണ്ട്. ഇത് അപ്പാർട്ട് ഫ്രം നമ്മൾ ടെക്നിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് തിയറിറ്റിക്കലി വെയിൽസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംഭവമാണ്. സോ ഈ ഒരു വീഡിയോ ലൈക്ക് ഇത് നിങ്ങൾക്ക് ഇപ്പം എൻറ്റയർലി BTC അല്ലാണ്ട് വേറെ എക്സ്ട്രാ പേയേഴ്സ് ഉണ്ട്. എത്തീരിയം വേണമെങ്കിൽ സൊലാന വേണം, ഏതിന്റെ ഉണ്ട്. ഇപ്പൊ എത്തീരിയത്തിന്റെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അറ്റ് ദ മൂമെന്റ് മാർക്കറ്റ് താഴത്തേക്ക് പോകാൻ തന്നെയാണ് സാധ്യത. കാര്യം 18,880 250 മില്യന്റെ ലിക്വിഡേഷൻ പോയിന്റ് കിടക്കുന്നത് 1 ഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. സോ സ്വാഭാവികമായിട്ടും മാർക്കറ്റ് താഴത്തേക്ക് പോകും. കാരണം ഇത് ഇവിടെ വെച്ചതുകൊണ്ട് എന്താ അതിന്റെ അർത്ഥം, മാർക്കറ്റ് മേലേക്ക് പോകും എന്ന് കരുതി ഒരുപാട് പേര് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചേക്കാണ്. സോ അത് ഹണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഇങ്ങനത്തെ ഒരു ചെറിയ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ് ലൈക്ക് ഹൗ വി ക്യാൻ യൂസ് ദീസ് ഡാറ്റാസ് ആസ് എ ഇൻഡിക്കേറ്റർ. സ്റ്റോപ്പ് ലോസ് നിങ്ങൾക്ക് തട്ടില്ല എന്നല്ല, ലൈക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വന്ന് നോക്കി എവിടെയാണ് കുറവ് ഉള്ളത് നോക്കി ആ പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ
വെരി ലെസ് ചാൻസ് ഫോർ ഹിറ്റിംഗ് യുവർ സ്റ്റോപ്പ് ലോസ്. അത് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ നിന്ന് പ്രതീക്ഷിക്കാം. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.